പൂജാസങ്കല്പം കൊണ്ട് വളരുന്ന സങ്കല്പത്തിൻ്റെ സംശുദ്ധിയെ മറ്റുള്ളവർക്ക് ആദ്യമായി മന്ത്രങ്ങളെന്നോ അതേപോലെ പ്രാർത്ഥനകളെന്നോ പറയുന്ന സങ്കല്പത്തിലൂടെ പകർത്തി കൊടുക്കുക. അതേപോലെ തന്നെ സമർപ്പണം എന്ന് പറയുന്ന ത്യാഗത്തിൻ്റെ ഭാവത്തിൽ വളർത്തുന്ന സമർപ്പണം കൊണ്ട്, നിവേദ്യം കൊണ്ട്, പൂജാ സമ്പ്രദായം കൊണ്ട് പ്രവൃത്തികളിലൂടെ പകർത്തി കൊടുക്കുക. നല്ല വാക്ക് പറയുന്ന പ്രവൃത്തിയിലൂടെ, നന്മ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അത് പകർത്തി കൊടുക്കുക. ഇങ്ങനെ മൂന്നും കൂടി ചേർന്നതാണ് പൂജ. അല്ലാതെ ഇത്ര ലക്ഷം ചെലവാക്കി, എനിക്ക് ഇത്ര ഉണ്ട്, അവിടെ പിന്നെ സ്വർണം പൂശിയല്ലോ, എവിടെ ശബരിമലയിലെ സ്വർണം പൂശിയില്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ അബ്കാരിയുടെ കാശാണ്. അനേക എണ്ണങ്ങളെ കള്ളുകുടിപ്പിച്ചുണ്ടാക്കിയ കാശ് ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ പൂശിയാൽ ഒരു ചുക്കും കിട്ടുകയില്ല. അത് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കിയേ തീരൂ. മാത്രവുമല്ല, അവിടെ മറ്റേ ബ്രാൻഡിയുടെ ബോർഡ് വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത് എതിർപ്പ് സഹിക്കാൻ വയ്യാതെയാണ് ഇല്ലാതായി തീർന്നത്.